പറ്റത്തില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. പോവാം. സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് വിഷയമായിരിക്കുന്ന കർത്തവ്യം. ഇന്ന് സൈറ്റ് ഫോർ കിഡ്സ് എന്ന പേരിൽ കുട്ടികളുടെ നേത്ര പരിശോധനയും തുടർന്ന് കണ്ണട വിതരണമാണ് ഇന്നത്തെ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ലയൺസ് ക്ലബ് ഇൻ്റർനാഷണലിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അത് നെടുമങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നെടുമങ്ങാട് ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഈ സാറിന് ഞാൻ ഞങ്ങളുടെ സ്കൂളിൻ്റെ ആത്മാർത്ഥമായ സ്വാഗതം. ഈ നാളുകളിൽ ലയൺസ് ക്ലബിൽ പ്രവർത്തിച്ചു വരുന്നത് ഷാജി തിക്കൂർ സാറാണ്. സ്കൂളിൻ്റെ പേര് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യും. ചെയർപേഴ്സണായി പ്രവർത്തിക്കുന്നത് വിജയകുമാർ സാറാണ്. വിജയകുമാർ സാറ് ഞാൻ സ്കൂളിൻ്റെ പേരിൽ സ്വാഗതം. സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് ശരൺ സാറാണ്. ശരൺ സാറിന് ഞാൻ സ്കൂളിൻ്റെ പേരിൽ ഡോക്ടറായി ഇന്ന് ആളുകളിൽ ലയൺസ് ക്ലബിൽ പ്രവർത്തിച്ചു വരുന്നത് മണി സാറാണ്. അതുപോലെ തന്നെ ഇന്നിപ്പം നമ്മളോടൊപ്പം നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി രാജേഷ് സാറുണ്ട്. ഈ പ്രോഗ്രാമിൽ രാജേഷ് സാറിനെ ഞാൻ കമ്പനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രസ്ഥാനത്തിൽ നമ്മളെല്ലാവരും കൂട്ടായി നിന്നുകൊണ്ടാണ് ആ ഒരു പ്രവർത്തനം ചെയ്യുന്നത്. ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ നേത്ര പരിശോധന ക്യാമ്പ്, കുട്ടികൾക്കുള്ള നേത്ര സൈറ്റ് ഫോർ കിഡ്സ് എന്ന് പറയുന്ന ഒരു ക്യാമ്പാണിത്. ഇവിടെ നിന്നല്ല, ലോകത്തുള്ള 150ഓളം രാജ്യങ്ങളിൽ ഇതുപോലെ നടന്ന് കുഞ്ഞുങ്ങളുടെ സ്കൂളുകളിൽ പോയി പരിശോധിച്ച് അവർക്ക് വേണ്ട കണ്ണടകൾ നമ്മൾ വിതരണം ചെയ്യുക. ഓക്കെ, മക്കളൊക്കെ വളർന്ന് വലുതായി പഠിച്ച് മിടുക്കരായി ജോലിയെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ മികവ് തെളിയിച്ച് ജീവിതത്തിൽ വിജയം കൈവരിച്ച് ഇപ്പൊ അവര് സമൂഹത്തിന് വേണ്ടി തിരിച്ച് സേവനം ചെയ്യുന്ന സർവീസ് ബാക്ക് ടു ദ സൊസൈറ്റി, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, ഗിവിംഗ് ബാക്ക് ടു ദ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് തിരിച്ച് നമ്മൾ സേവനങ്ങൾ പ്രവർത്തിക്കണം. ഇവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും വേണ്ട സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് കണ്ടെത്തി, നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മക്കളൊക്കെ വലുതായിട്ട് നല്ല മിടുക്കരായി പഠിച്ച് ജോലിയൊക്കെ മേടിച്ചിട്ട് എന്ത് ചെയ്യണം? ഇതുപോലുള്ള സന്നദ്ധ സംഘടനകളിൽ ചേർന്ന് സമൂഹത്തിന് വേണ്ടിയിട്ട് തിരിച്ച് സേവനം ചെയ്യണം. ചെയ്യുമോ? ഇന്നത്തെ ഇവിടെ വന്നിട്ട് എല്ലാവർക്കും നെടുമങ്ങാട് ക്ലബിന്റെ പേരിലും കൂടെ ഞാൻ സ്വാഗതം പറയുന്നു. ഈ പ്രോഗ്രാം നമ്മുടെ ഈ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ല മാത്രമല്ല, കൊല്ലം ജില്ലയിലൂടെ ഉൾപ്പെടുന്നതാണ്. നമ്മളൊരു കൊല്ലവും എന്നല്ല, ആലപ്പുഴയിലെ കാർത്തികപ്പള്ളി താലൂക്ക് വരെ ഹരിപ്പാട് ആ ഉൾപ്പെടുന്ന തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴയുടെ കാർത്തികപ്പള്ളി താലൂക്ക് ഉൾപ്പെടെയുള്ള അത്രയും ഭാഗങ്ങൾ ഒരുമിച്ച് ഈ അവിടുത്തെ സ്കൂളുകളിൽ പോയി കുട്ടികൾക്ക് വേണ്ടി നേത്ര പരിശോധനയൊക്കെ നടത്തുന്നതിന് ഡിസ്ട്രിക്ട് ചെയർപേഴ്സണാണ് ഇദ്ദേഹം, ഷാജി. അദ്ദേഹം നിങ്ങളോട് വേണ്ടി പറഞ്ഞു. എല്ലാം സ്വാഗതം പറഞ്ഞു. നമ്മുടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ലയൺസ് ക്ലബിനെ കുറിച്ച് പ്രസിഡന്റ് നിസാർ പറഞ്ഞു. പക്ഷേ സൈറ്റ് ഫോർ കിഡ്സിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ എന്തുകൊണ്ടും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നേത്ര പരിശോധന നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത കാലത്തായി നമ്മുടെ എല്ലാം മൊബൈൽ ഉപയോഗം കൂടുതലായി വരുന്നത് കൊണ്ടാണ് കുട്ടികളുടെ കാഴ്ച വളരെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇത്തരം സൈറ്റ് ഫോർ കിഡ്സിന് വേണ്ടിയിട്ടുള്ള നേത്ര പരിശോധന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് മൊബൈൽ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ കൈകൊടുക്കാം. ഒരാൾ മൊബൈൽ ഉപയോഗിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് തലവേദന ഇല്ലാത്തവരുണ്ടോ? തലവേദന ഇല്ലാത്തവർ ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും തലവേദന ഇല്ലാത്തവരുണ്ടോ? ഒരാളുണ്ട്. രണ്ടുപേർക്ക് തലവേദനയില്ല, ബാക്കി എല്ലാവർക്കും തലവേദന ഉണ്ടോ? തലവേദന ഇല്ലാത്തവരെയാണ് കൈവക്കാൻ പോകുന്നത്. നിങ്ങൾ ഇനി ഇറക്കി എപ്പോഴെങ്കിലും അച്ഛനോട് എനിക്ക് തലവേദനയാണ് വീട്ടിൽ പോകണമെന്ന് ഞാൻ വിടത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവർ പറയുകയാണെങ്കിൽ തലവേദന ഉള്ളവർ കൈപ്പോകും, തലവേദന ഇല്ലാത്തവർ നിങ്ങൾ രണ്ടുപേരും. അപ്പോ ഇവിടെ ഈ ചോദിക്കാൻ കാരണം പറഞ്ഞാൽ, നമ്മൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളവരാണ് അല്ലേ?
നല്ല രീതിയിൽ പഠിക്കാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും? ഇല്ല. നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ താല്പര്യമാണ്. പക്ഷേ ചില സമയത്ത് നമ്മൾ പുസ്തകമായിട്ട് തുറന്നു നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ താല്പര്യം കുറവായിരിക്കും. കാരണം അറിയാമോ, നമ്മുടെ കണ്ണും മനസ്സും ഒരുപോലെ എത്താത്തത് കൊണ്ട് നമുക്ക് ചില സമയത്ത് പുസ്തകം തുറക്കുമ്പോൾ തലവേദന വരാം, കണ്ണിന് വെള്ളം വരാം, ചൊറിച്ചൽ വരാം, പലവിധ കാരണങ്ങൾ കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റാറില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കാൻ നമ്മൾ വിചാരിക്കും നമുക്ക് പഠിക്കാൻ മടി, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ മനസ്സിനകത്ത് ഉള്ളിനകത്ത് നമ്മളെല്ലാം നന്നായിട്ട് പഠിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ പലപ്പോഴും ഹോംവർക്ക് എഴുതുമ്പോൾ പോലും ഹാൻഡ് റൈറ്റിംഗ് പോലും നമുക്ക് കറക്റ്റായിട്ട് വരാത്തത് നമ്മുടെ കണ്ണ് കറക്റ്റായിട്ട് നിൽക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആ കാഴ്ച കറക്റ്റായിട്ട് വരാത്തതുകൊണ്ടോ. അപ്പം അത്തരം പ്രശ്നങ്ങൾ ഇപ്പോഴേ ചെറുപ്പത്തിലെ പരിഹരിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾ വലിയ വലിയ ജോലികൾക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഇടുകയും വലിയ വലിയ ജോലികൾക്ക് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ കണ്ണിന് കാഴ്ചക്കുറവായി വരുന്നത് കാരണം നിങ്ങൾക്ക് ആ ജോലി നിരസിക്കപ്പെടാം. അപ്പം അത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് തുടക്കം മുതലേ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കാഴ്ച പരിരക്ഷ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ക്യാമ്പ് നല്ല രീതിയിൽ സഹകരിച്ച് ഈ കണ്ണ് ടെസ്റ്റ് നടത്തുക. ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടർമാർ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കണ്ണട വയ്ക്കേണ്ടത് കണ്ണട വയ്ക്കുക. ഈ ഒരു ക്യാമ്പ് എല്ലാവിധ രീതിയിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ ഒരു ക്യാമ്പ് നടത്താൻ